ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ജാസ്മിൻ ജാഫർ മത്സരാർത്ഥിയായി പങ്കെടുത്ത ശേഷമാണ് അഫ്സൽ അമീർ എന്ന പേര് ബിഗ് ബോസ് പ്രേക്ഷകർക്ക് സുപരിചിതമായത്. ടെക്കിയും സ്കൂബ ഡ്രൈവറും ഡ്രോൺ പൈലറ്റും എല്ലാമാണ് അഫ്സൽ. ബിഗ് ബോസിലേക്ക് വരും മുമ്പ് ജാസ്മിനും അഫ്സലും തമ്മിൽ പ്രണയത്തിലായിരുന്നു. മാത്രമല്ല ഇരുവരുടെയും എൻഗേജ്മെൻറ്റും കഴിഞ്ഞിരുന്നതായി പ്രചരിച്ചിരുന്നു. ബിഗ് ബോസിൽ പങ്കെടുക്കാനായി എയർപോർട്ട് വരെ ജാസ്മിനെ കൊണ്ടുവിട്ടതും എല്ലാ ആവശ്യ സാധനങ്ങളും വാങ്ങി നൽകി യാത്രയാക്കിയതും അഫ്സലായിരുന്നു. നോറ അടക്കം ചിലർക്ക് അഫ്സൽ ജാസ്മിൻ പ്രണയത്തെക്കുറിച്ച് അറിയാമായിരുന്നു. പക്ഷേ ഗബ്രി ജോസുമായുള്ള സൗഹൃദം തുടങ്ങിയ ശേഷവും ലവ് ട്രാക്ക് ചർച്ചയായ ശേഷവും ജാസ്മിൻ അഫ്സലിനെ തള്ളിപ്പറയാൻ തുടങ്ങി. വിവാഹം നിശ്ചയമൊന്നും കഴിഞ്ഞിട്ടില്ല, തന്നെ കാത്ത് ആരും ഇരിക്കുന്നില്ലെന്ന തരത്തിലായിരുന്നു ജാസ്മിൻ ഹൗസിൽ വെച്ച് സംസാരിച്ചത്. മാത്രമല്ല ഗബ്രിയോട് തനിക്കുള്ളത് പ്രണയമാണോ അതോ സൗഹൃദമാണോ എന്ന് പറയാനോ തിരിച്ചറിയാനോ കഴിയാത്ത അവസ്ഥയിലേക്ക് ജാസ്മിൻ എത്തുകയും ചെയ്തിരുന്നു. തുടക്കത്തിൽ ജാസ്മിൻ തന്നെ തള്ളിപ്പറഞ്ഞത് ബിഗ് ബോസ് ഗെയിമിൻ്റെ ഭാഗമാണെന്നാണ് അഫ്സലും കരുതിയിരുന്നത്. പിന്നീട് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ബോണ്ടിംഗ് ശക്തമായതോടെയാണ് സൈബർ ബുള്ളിങ്ങും വീട്ടിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉയർന്നതോടെ അഫ്സൽ സ്വമേധയാ വിവാഹത്തിൽ നിന്നും പിന്മാറി. ആ സമയത്ത് തനിക്ക് സംഭവിച്ച കാര്യങ്ങൾ കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന അഫ്സലിൻ്റെ വീഡിയോ വൈറലായിരുന്നു. ഞാൻ ഉപയോഗിച്ച് വലിച്ചെറിയേണ്ട വസ്തുവാണെന്നാണ് അവൾക്ക് തോന്നിയത് എന്ന് മനസ്സിലാക്കുന്നു. ഒരു പൊതുവേദിയിൽ എങ്ങനെ ചതിക്കുന്നു എന്നത് വ്യക്തമാകണമെങ്കിൽ ബിഗ് ബോസ് എപ്പിസോഡ് ഏറ്റവും നല്ല ഉദാഹരണമാണ് എന്നാണ് ജാസ്മിനുമായുള്ള ബന്ധം അവസാനിപ്പിച്ചെന്ന് പ്രഖ്യാപിച്ച് അഫ്സൽ പറഞ്ഞത്. ഷോയിൽ അവളുടെ പാർട്ട്ണർ ആയാണ് അവൾ എന്നെ പരിചയപ്പെടുത്തിയത്. ഇപ്പോഴത്തെ എല്ലാ പ്രശ്നങ്ങളെയും മറികടന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് അഫ്സൽ. താൻ വിവാഹിതനാകാൻ പോകുന്ന സന്തോഷം ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെയാണ് അഫ്സൽ അറിയിച്ചത്. ഒരുപാട് തടസ്സങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ശേഷം അത് സംഭവിക്കുന്നു എന്നാണ് മോതിരത്തിൻ്റെ ഇമോജിക്കൊപ്പം അഫ്സൽ കുറിച്ചത്. ഒപ്പം ഒരു പെൺകുട്ടിക്കൊപ്പമുള്ള AI ക്രിയേറ്റഡ് വീഡിയോയും അഫ്സൽ പങ്കുവച്ചു. മുമ്പ് ജാസ്മിൻ്റെ സുഹൃത്തായിരുന്ന യൂട്യൂബർ അസ്ലാം മർലി അടക്കമുള്ളവർ അഫ്സലിന് ആശംസകൾ നേർന്ന് എത്തി.